നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷമാണ് NDA. ഇക്കുറി NDA മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് ലോക് പോൾ സർവേ കണക്കുകൾ നിരത്തി തെളിയിക്കുന്നത് എങ്ങനെയാണ്? അതായത് NDAക്ക് നിലവിൽ 18 മുതൽ 22 വരെ സീറ്റുകളാണ് NDAക്ക് ലോക് പോൾ സർവേ പ്രകാരം പ്രവചിക്കപ്പെടുന്നത്. അധികാരം പിടിക്കുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് NDA ഇക്കുറി BJPയും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതെങ്കിൽ പോലും അവർക്ക് അടിതെറ്റും. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു, മുഖ്യ പ്രതിപക്ഷമാവുകയും ചെയ്തിരുന്നു. പക്ഷെ BJPക്ക് ഇക്കുറി അധികാരത്തിന്റെ 7 അയലത്തെത്താൻ പോലും സാധിക്കില്ല എന്ന ഒരു വിലയിരുത്തലാണ് ലോക് പോൾ സർവേ പ്രകാരം ലഭിക്കുന്നത്. സംസ്ഥാന വ്യാപകം എന്നല്ലാതെ തന്നെ തിരുവനന്തപുരത്തെ മാത്രം പ്രശ്നങ്ങൾ പോലും BJPക്ക് തിരിച്ചടി നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കും. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് അതിശക്തവും നിർണായകവുമായ ശക്തിയായ ഒരു തിരിച്ചുവരവ് അറിയിക്കുകയും ചെയ്യും. ഒപ്പം NDAയിലാകട്ടെ മുൻ DGP ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കിയത് NSSന് അത്ര ദഹിച്ചിട്ടുമില്ല. അതും NDAക്ക് ഇവിടെ തിരിച്ചടിയാകും. ശ്രീലേഖ വിഷയം മാത്രമല്ല BJPക്ക് തിരുവനന്തപുരത്ത് വെല്ലുവിളിയാകുന്നത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കൂടി BJP ഇക്കുറി മറുപടി പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം RSS പ്രവർത്തകരായിരുന്ന അനന്തു തമ്പി സീറ്റിന്റെ പേരിൽ ജീവനൊടുക്കിയത് ഈ അടുത്ത കാലത്താണ്. RSSന് ഇത് BJPയോട് അകൽച്ചയുണ്ടാക്കുന്നതിന് കാരണമായിട്ടുമുണ്ട്. കൂടാതെ BJP ഭരിക്കുന്ന സഹകരണ സംഘത്തിലെ വായ്പാ തട്ടിപ്പ്, BJP നേതാക്കൾ നടത്തിയ വായ്പാ തട്ടിപ്പാണ്. അതിന്റെ പേരിൽ ജീവനൊടുക്കിയത് തിരുമല അനിൽകുമാർ എന്ന് പറയുന്ന ഒരു BJP കൗൺസിലറാണ്. ഈ മരണവും BJPക്ക് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതൊന്നുമല്ല. ഇതും BJPക്ക് അല്പമെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്ന നിയമമണ്ഡലത്തിൽ പോലും BJPയെ പിന്നോട്ടടിക്കാൻ കാരണമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് അവിടെ തിരിച്ചടി നേരിടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.